ആഗോള സാമ്പത്തിക രംഗത്ത് വിപുലമായ വ്യതിയാനങ്ങളുണ്ടായപ്പോൾ, വളർച്ചയുണ്ടായപ്പോൾ വാണിജ്യ രംഗത്ത് വലിയ സാധ്യതകളാണ് തെളിഞ്ഞു വന്നത്. ആഗോള സാമ്പത്തിക ക്രമത്തിലും ലോകവൽക്കരണത്തിലും ആഗോളവൽക്കരണത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കച്ചവട മേഖലകളിൽ, വാണിജ്യ മേഖലകളിൽ വലിയ കരുത്താർജിച്ച പ്രകടനത്തിലേക്ക് വഴിതെളിക്കപ്പെട്ടു. ഇത്തരത്തിൽ വഴിതെളിക്കപ്പെട്ടപ്പോൾ ലോകക്രമത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തികമായ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് വാണിജ്യ പഠന മേഖലയാണ്, അഥവാ കൊമേഴ്സ് എന്ന പഠന മേഖലയാണ്. കൊമേഴ്സ് പഠന മേഖലയിൽ പരമ്പരാഗതമായ ശൈലിയിലൂടെ പഠിച്ചു മുന്നോട്ട് വന്നിരുന്നൊരു കാലത്തിന് അപ്പുറത്തേക്ക് ലെഡ്ജറുകളുടെയൊക്കെ കാലം പോവുകയും പുതിയ പുതിയ തൊഴിൽ മേഖലകൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ, ഡിജിറ്റലൈസേഷൻ്റെ കാലഘട്ടത്തിൽ, ഓട്ടോമേഷൻ്റെയൊക്കെ ഒരു പുത്തൻ കാലഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകമാണ്. കൊമേഴ്സ് തൊഴിൽ മേഖല നമ്മൾ കാണുന്നതിൽ നിന്നുമൊക്കെ വളരെ വിപുലമായ സാധ്യതകൾ ഒരുക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിസിബിളായിട്ടും വിസിബിൾ അല്ലാത്തതുമായ നിരവധി മേഖലകൾ അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഫിനാൻഷ്യൽ സെക്ടറിലാണ് പ്രധാനമായിട്ടും ഈ മേഖലയിൽ നമുക്ക് അവസരങ്ങൾ കാണാൻ കഴിയുക. ഫിൻടെക് എന്ന് പറയുന്ന കൊമേഴ്സിൻ്റെ പ്രത്യേക പഠന മേഖല വളരെ വിപുലമായ വളർച്ചാ നിരക്ക് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഈ കൊമേഴ്സ് രംഗത്തുള്ള വർധനവ്, കൊമേഴ്സ് രംഗത്ത് വരുന്ന ഏതാണ്ട് 8 മുതൽ 12% വരെയുള്ള വളർച്ചാ നിരക്കിനെ മറികടന്ന് 18 മുതൽ 20% മുകളിലേക്കുള്ളൊരു വളർച്ചാ നിരക്കിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ താല്പര്യപൂർവ്വം നമുക്ക് വീക്ഷിക്കാവുന്ന ഒരു വ്യതിയാനമാണ്. ഫിൻടെക് മേഖലകളിൽ തന്നെ നമുക്ക് ധാരാളം സാധ്യതകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ, അതുകൂടാതെ കമ്മോഡിറ്റി മാർക്കറ്റിങ്ങിൻ്റെ മേഖലകൾ, ഇൻഷുറൻസ് മേഖലകൾ അടക്കമുള്ള മേഖലകൾക്കൊപ്പം തന്നെ ടെക്നോളജിയുടെ പുത്തൻ ലോകം അവതരിപ്പിക്കുന്ന ഇ കൊമേഴ്സ് പോലുള്ള മേഖലകളിൽ സാധ്യതകളുടെ അനന്തമായ ലോകം തന്നെയാണ് കൊമേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇ കൊമേഴ്സ് എന്ന മേഖല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന തൊഴിൽ സാധ്യതകളുടെ ഒരു ലോകം വളരെ വിപുലമാണ് എന്ന് പറയുമ്പോൾ, ബ്ലൂ കോളർ ജോബുകളുടെ വലിയൊരു സാധ്യത അതിന് പാരലായിട്ട് ഓപ്പൺ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ ഇവരെ നിയന്ത്രിക്കാനും ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും അക്കൗണ്ട് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അക്കൗണ്ട് സെക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമൊക്കെയുള്ള വലിയ സാധ്യതകളാണ് ഈ മേഖലയിൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 2 മുതൽ 4% വരെ വാർഷിക വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്ന, നിലവിൽ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ ഏതാണ്ട് 40,000-ലധികം ബ്ലൂ കോളർ തൊഴിൽ മേഖലയിലേക്കുള്ള തൊഴിലാളികൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്ലൂ കോളർ ജോബിലേക്ക്, അതായത് ഇ കൊമേഴ്സിൻ്റെ ഒരു മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ക്യൂ കൊമേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്യൂ കൊമേഴ്സ് എന്ന മേഖല വളരെ വേഗം നമ്മൾ നമ്മുടെ ചുറ്റുമൊക്കെ കാണുന്ന ഭക്ഷണ പൊതികളൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് കൃത്യമായി എത്തിച്ചു തരുന്ന പലതരത്തിലുള്ള സൊമാറ്റോയും സ്വിഗ്ഗിയും പോലെയൊക്കെയുള്ള നിരവധിയുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഫ്ലിപ്കാർട്ടും ആമസോണും പോലെയുള്ള പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ മേഖലകളിലൊക്കെ വരുന്ന വളർച്ച വളരെ വലുതാണ്. ആ വളർച്ചയ്ക്കനുസരിച്ച് ഇപ്പുറത്ത് അനുബന്ധമായ ഒരു ബ്ലൂ കോളർ തൊഴിൽ മേഖലയുടെ വളർച്ച, ഇത് സപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ഡെലിവറി ബോയ്സിൻ്റെയും ഡെലിവറി ഗേൾസിൻ്റെയും ഒക്കെ വലിയ തോതിലുള്ള എണ്ണത്തിലുള്ള വർധനവ് ഇപ്പുറത്ത് കൊമേഴ്സ് മേഖലയിൽ അവസരങ്ങളുടെ വലിയൊരു ലോകം കൂടി തുറക്കുകയാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളത് പ്രധാനമായിട്ടും ടെലികോളിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ, അക്കൗണ്ടിംഗ് മേഖലകൾ, അതുപോലെ തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും കമ്മീഷൻ ഡിവൈഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന മേഖലകൾ, ഇതിൻ്റെയൊക്കെ ടാക്സേഷനും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ടാലിയും SAPയും അടക്കമുള്ള സോഫ്റ്റ്വെയറുകൾ ഓൺ ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന, തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ കഴിയുന്ന വിപുലമായ സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് കൊമേഴ്സ് നമുക്ക് മുമ്പിൽ തുറന്നു തന്നിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലേസ്ഡ് ആകുന്ന ജനങ്ങളുള്ള, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് കൊമേഴ്സാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സജ്ജരായിട്ടുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലയും നമുക്കിന്ന് കാണാൻ കഴിയുന്നത് കൊമേഴ്സ് തന്നെയാണ്. അത് പരമ്പരാഗതമായ കൊമേഴ്സ്
കൊമേഴ്സിൻ്റെ മേഖലകളിൽ നിന്ന് മാറി ഇന്ന് ഫിൻടെക്കിൻ്റെയും ക്യൂ കൊമേഴ്സിൻ്റെയും ഒക്കെ മേഖലയിൽ ഇ കൊമേഴ്സിൻ്റെയും ഒക്കെ മേഖലകളിലേക്ക് നമ്മൾ പതുക്കെ ചുവടുമാറ്റം നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധ്യതകൾ അപ്പോഴും വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുക. വ്യാപാരം എന്ന് പറയുന്നത് ഒരിക്കലും താഴോട്ട് പോകുന്ന ഒന്നല്ല. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം വാണിജ്യവും വ്യാപാരവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള സാധ്യതകൾ വളരെ വിപുലമാണ്. ഉപരിപഠന മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും സാധ്യതകൾ ഏറെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് വേണമെങ്കിൽ CAയും CMAയും കമ്പനി സെക്രട്ടറിയും പോലെയുള്ള ഓഡിറ്റിങ്ങിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ചാർട്ടേഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് പോകാൻ കഴിയുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് ലോയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷനുകളിൽ, അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒക്കെ അവർക്ക് തിളങ്ങാൻ കഴിയുന്നു. അതും കൂടാതെ അവർക്ക് ഇൻഷുറൻസ് മേഖല, ബാങ്കിങ് സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, കമ്മ്യൂണിറ്റി മാർക്കറ്റ്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അതുപോലെ തന്നെ യുലിപ്പുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇവർക്ക് ധാരാളം സാധ്യതകൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് അനുദിനം വർദ്ധിക്കുന്നു. സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വയം ഒരു സംരംഭകൻ ആയി തീരാൻ കഴിയുന്നു എന്നുള്ളതാണ് കൊമേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. അവിടെ നമ്മൾക്ക് ഫിനാൻഷ്യൽ സെക്ടറിൽ നിരവധി അവസരങ്ങളുണ്ട്. ഇ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ GST ഇ ഫയലിങ്ങുമായി ബന്ധപ്പെട്ടൊരു സേവന കേന്ദ്രം തുടങ്ങാനായിട്ട് വളരെ ചുരുങ്ങിയ കാലം പഠിച്ചുകൊണ്ട് കൊമേഴ്സ് മേഖലയിൽ തൊഴിൽ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്ന് കിട്ടുന്നു. +2 കഴിഞ്ഞൊരു കുട്ടിക്ക് തന്നെ വേണമെങ്കിൽ ഈ മേഖലയിലുള്ള ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആകാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്രയും കാലം പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഷോർട്ട് ടേം കോഴ്സുകളിലൂടെ GST പ്രാക്ടീഷണർ പോലുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന മറ്റൊരു മേഖലയാണ്. അതുകൂടാതെ മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ട്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നല്ല സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ ആ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് മേഖലകൾ, ഫിനാൻസ് മാനേജ്മെൻറ്റ് മേഖലകൾ, ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോലെയുള്ള മേഖലകൾ ഒക്കെ, സൈന്യത്തിൽ ഒക്കെ ഓഡിറ്റിങ്ങും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ സാധ്യതകളുണ്ട്. അവിടെ നമുക്ക് കൊമേഴ്സ് പാസ്സായ കുട്ടികൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോലുള്ള പോസ്റ്റുകളിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. കൂടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള മേഖലകളിൽ അവർക്ക് വേണ്ടി തൊഴിൽ സാധ്യതകൾ തുറക്കപ്പെടുന്നു. അതിനും അപ്പുറത്തേക്ക് വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോപ്പറേഷൻ ഒരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അവിടെ പഠനം നടത്തി അവർക്ക് സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനും അപ്പുറം മറ്റൊരു മേഖല എന്ന് പറയുന്നത് കൊമേഴ്സ് പഠിക്കാതെ വന്നിട്ടുള്ള കുട്ടികൾക്ക് JDC HDC പോലുള്ള കോപ്പറേറ്റീവ് കോഴ്സുകൾ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ സഹകരണ മേഖലയിലേക്ക് വരാൻ സാധിക്കും. അതും കൂടാതെ ഇത്തരത്തിലുള്ള പഠന മേഖലകളിൽ നിന്ന് പുറത്തിറങ്ങിയ കുട്ടികൾക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള മേഖലകൾ, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പോലുള്ള KSFE പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങൾ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പോലുള്ള വളരെ പ്രീമിയമായിട്ടുള്ള ഓഫീസുകളിലൊക്കെ അസിസ്റ്റൻ്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറുമായി കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ സാധ്യതകളുടെ ഒരു ലോകമാണ് നമുക്ക് മുമ്പിൽ കൊമേഴ്സ് തുറന്നു തരുന്നത്. വളരെ വളരെ വിപുലമായ വളർച്ചാ നിരക്ക് കാണിക്കപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ, ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ, അവരുടെ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് US-ൽ നമുക്ക് 40% ഈ മേഖലയിലുള്ള തൊഴിൽ സാധ്യത ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്രയധികം ഡിമാൻഡഡ് ആയിട്ടുള്ള, നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള, മാൻ പവറിനെ സപ്ലൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മേഖല. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സാധ്യതകളിലൂടെ ഇന്ത്യയിൽ തന്നെ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചു വരുമ്പോൾ നമ്മൾ വളരെ വിപുലമായ ഒരു വാണിജ്യ മേഖലകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ സ്വാഭാവികമായിട്ടും ലോകത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ മേഖലകളിൽ, കച്ചവടത്തിൻ്റെ മേഖലകളിൽ സാധ്യതകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ GDP, അതേപോലെ തന്നെ നമ്മുടെ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ, ഇതെല്ലാം
ഈ ഒരു മേഖലയിൽ സാധ്യതകളുടെ ലോകം നമുക്ക് മുമ്പിൽ തുറന്നു തന്നുകൊണ്ടിരിക്കും. ആ സാധ്യതകളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ഗ്രീൻ കൊമേഴ്സ് എന്ന മേഖല, ഗ്രീൻ ഫിനാൻസ് എന്ന മേഖല ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളെ കൃത്യമായി കണ്ടറിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതകളെ കൃത്യമായി കൈപ്പിടിയിലൊതുക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി കൊമേഴ്സ് എന്ന മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.